ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് ആവശ്യമായി ഞാൻ ഈ വാഴയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്ത വാഴയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്ത വാഴയ്ക്ക നമ്മൾ ഒരു നല്ല നീളമുള്ള കായാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ, മൈദ, നമുക്ക് ആവശ്യത്തിന് മൈദ മാവ് എടുക്കുക. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ വെള്ളത്തിൽ നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. നമ്മൾ ഈ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയൊരു സംഭവമാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങണതിനേക്കാൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഈ എണ്ണ നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വാഴയ്ക്ക ഓരോന്നായി ഈ മാവിൽ മുക്കിയിട്ട് ഇതിലേക്കാണ് എടുത്തിട്ട് കൊടുക്കണം. വേണ്ട, അപ്പോൾ അവിടെ കിടന്ന് തിളക്കണേണ്ട. നല്ല ചൂടായിട്ട് തന്നെ ഇടാം കേട്ടോ. നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു കയ്യിൽ ഇത് പിടിക്കുന്നു, മറ്റേ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ 3 സംഭവം ഇടാൻ പറ്റുള്ളൂ. ഇത് നല്ല വെന്തെന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് വെന്തിട്ട് ബ്രൗൺ കളറാവണ വരെ ഇത്തിരി വെച്ചിരിക്കണം കേട്ടോ. എങ്കിലേ അകത്തെ വാഴയ്ക്കൊക്കെ വേഗത്തുള്ളൂ. പഴംപൊരി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എന്തിനാണ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരുവനന്തപുരം സൈഡിലൊക്കെ വാഴയ്ക്കപ്പം എന്ന് പറയും. വാഴയ്ക്കപ്പം നല്ല മൊരിഞ്ഞ് ക്രിസ്പി ചൂടോടെ കഴിക്കാം കേട്ടോ. ചൂടോടെ കഴിക്കാം. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിരിക്കും. ഒക്കെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി വെക്കുക. ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഏത്ത വാഴയ്ക്ക വേണം. ഇപ്പോൾ ഏത്ത വാഴയ്ക്കൊക്കെ നല്ല വിലയാണ്, ഭയങ്കര വിലയാണ് കേട്ടോ. അത് വേണം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്താണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് 250 മൈദമാവ് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയിലോ പാം ഓയിലിലോ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണതാണ്. അതനുസരിച്ച് സേഫ്റ്റി ആയിട്ട് നമ്മൾ വീട്ടിൽ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്താൽ അത്രയും നല്ലതായിരിക്കും. അല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വാഴയ്ക്ക. എണ്ണ നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണേ കേട്ടോ കൂട്ടുകാരെ. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാം. അപ്പോൾ അതിൻ്റെ അകമൊക്കെ വെന്ത് കഴിയും, ക്രിസ്പി ആയിട്ടിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തിരുവനന്തപുരം സ്റ്റൈലിൽ പറഞ്ഞ വാഴയ്ക്കപ്പം എന്ന് പറയും, പഴംപൊരി എന്ന് പറയും. ഒരുപാട് പേരിൽ അറിയപ്പെടും കേട്ടോ ഈ പഴംപൊരി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ചായയുടെ ഒപ്പം നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നവരായിരിക്കും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.